അഡ്വക്കേറ്റ് എ ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകർ നമ്മളോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഇതിലൊരു തെളിവുണ്ടാകുന്നത് എങ്ങനെയാണ്? അതായത് ഈ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പുകമറ അത് മാറേണ്ടത് ഏത് ഭാഗത്ത് നിന്നാണ്? അല്ല, യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും അവ്യക്തതയോ ദുരൂഹതയോ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ അത് അൻവറിനെ മുന്നണിയിൽ നിന്നും ഇടതുപക്ഷ സമൂഹത്തിൽ നിന്നും പുറത്താക്കുന്നതിന് മുമ്പാണ്, അഥവാ അൻവർ സ്വയം പുറത്തു പോകുന്നതിന് മുമ്പാണ് മുഖ്യമന്ത്രി ഒരു വ്യക്തമായ സൂചന നൽകി. കരിപ്പൂർ വിമാനത്താവളം വഴിക്ക് വലിയ തോതിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്, അതിൽ ഹവാല ഇടപാട് നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിലധികവും അല്ലെങ്കിൽ അതിലേറിയ പങ്കും മലപ്പുറം ജില്ലയിൽ ഉള്ള ആളുകളാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അത് വസ്തുതാപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല പറഞ്ഞു, ഒരു വസ്തുത അദ്ദേഹം മലയാളികളായ നമ്മളോട്, അദ്ദേഹത്തിന്റെ പ്രജകളായ നമ്മളെ അറിയിച്ച. അൻവറിന്റെ പിരിഞ്ഞുപോക്കും ഈ ഹവാല ഇടപാടുമായിട്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായിട്ട് എന്തോ ബന്ധമുണ്ട് എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടവർക്ക് തോന്നി. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്ന വാർത്തയിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആർക്കും ഒരു അത്ഭുതം തോന്നിയില്ല. പിന്നെ അതിൻ്റെ അകത്ത് ആകെ ബാക്കി കൂട്ടിച്ചേർത്തായിട്ട് പറയാവുന്നത് ഇത് ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന്. ഈ കള്ളക്കടത്ത് തന്നെ ഒരുതരം ദേശദ്രോഹ പ്രവർത്തനമാണല്ലോ, രാജ്യദ്രോഹമാണ്, ദേശദ്രോഹമാണ്, രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെ തകർക്കുന്ന ഒരു നടപടിയാണ് സ്വർണ്ണക്കടത്ത്. അതൊരു പുണ്യകർമ്മമാണെന്നോ എന്നൊന്നും ആരും പറയാൻ ഒരു ന്യായമില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടേതായിട്ട് ഹിന്ദുവിൽ അച്ചടിച്ചു വന്നതിലും അത്ഭുതമൊന്നുമില്ല. പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് ഹിന്ദുവിന്റെ ലേഖയോട് അദ്ദേഹം ഇത് പറഞ്ഞില്ല എന്നാണ്. അപ്പോൾ പത്രം ആ കാര്യത്തിൽ ഒരു സ്പഷ്ടത വരുത്തുന്നു, ഹിന്ദുവിനോട് പറഞ്ഞില്ല. പക്ഷെ ഇദ്ദേഹത്തിന് വേണ്ടി ഈ പത്രസമ്മേളനം അറേഞ്ച് ചെയ്ത, അതിന് ഏർപ്പാട് ചെയ്ത PR കമ്പനിക്കാർ പിന്നീട് കൂട്ടിച്ചേർത്താണ് എന്നാണ്. അതിലും അസ്വാഭാവികമൊന്നുമില്ല. കാരണം PR കമ്പനിക്കാരാണ് ഇദ്ദേഹം എന്താ പറയേണ്ടത് തീരുമാനിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടി സ്ഥിരമായിട്ട് PR ചെയ്യുന്ന ഈ കമ്പനിയാണ്. അത് അദ്ദേഹം ഇതുവരെ തുറന്നു പറഞ്ഞില്ല എന്നുള്ളൂ. ഒരു PR കമ്പനി ഉണ്ടെന്നും അത് ഇന്ന കമ്പനിയാണെന്നും മുഖ്യമന്ത്രിയുടെ അഭിപ്രായങ്ങൾ അവരുടെ താല്പര്യം അനുസരിച്ചാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് വരുന്നത് എന്ന് കൂടി വ്യക്തമായി. മാത്രമേ ഉള്ളൂ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോ വളരെ വിവാദമാകാൻ കഴിയുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തോട് കൂട്ടിച്ചേർത്ത് ഹിന്ദു പോലൊരു പത്രത്തിൽ പ്രസിദ്ധീകരിക്കണമെങ്കിൽ ആ PR ഏജൻസിക്ക് ഉണ്ടാകുന്ന സ്വാധീനവും സ്വാതന്ത്ര്യവും അത്ഭുതപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ പത്രത്തിൽ അച്ചടിച്ച് വരുന്നതെന്നുള്ള കാര്യത്തിൽ കൂടി സംശയിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പറയാത്ത കാര്യം ചെറിയ ആളൊന്നുമില്ല, ഞാനോ നിങ്ങൾക്കായിരിക്കും മനസ്സിലാക്കാം. പലപ്പോഴും ഈ അച്ചടി മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുമ്പോൾ വരാവുന്ന ഒരു വലിയ അപകടം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞ കാര്യം അവർക്ക് ശരിയായ രീതിയിൽ ചിലപ്പോൾ മനസ്സിലാവില്ല ലേഖകന്മാർക്ക്. അവർക്ക് മനസ്സിലായ രീതിയിലാണ് റിപ്പോർട്ട്. അത് പതിവുള്ള കാര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട വ്യക്തികൾ നടത്തുന്ന അഭിമുഖ സംഭാഷണമാണെങ്കിൽ അതിന്റെ അച്ചടിക്കുന്നതിന് മുമ്പ് അതിന്റെ ഡ്രാഫ്റ്റ് നമ്മളെ കാണിച്ച് അത് വായിച്ച് നമ്മൾ കൂടി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അത് പത്രത്തിൽ അച്ചടിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ സമീപകാലത്ത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം തെറ്റു വരാനുള്ള സാധ്യത കൂടുതലായിട്ട് പ്രധാനപ്പെട്ട വ്യക്തികളാകുമ്പോൾ അവരിതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇതുപോലെ സംഭവിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഹിന്ദു ലേഖിക തയ്യാറാക്കിയ റിപ്പോർട്ട്, അഭിമുഖത്തിന്റെ റിപ്പോർട്ട് സാധാരണയിൽ PR ഏജൻസി കാണേണ്ടതില്ല. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഹിന്ദുവിന് മുഖ്യമന്ത്രി ഒരു അഭിമുഖം കൊടുക്കും, ലേഖിക അത് രേഖപ്പെടുത്തുന്നു, അവരത് ടൈപ്പ് ചെയ്ത് പ്രിന്റ് പത്രത്തിൽ കൊടുക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ആളുകളെ കാണിക്കുന്നു. അത് മുഖ്യമന്ത്രി വായിക്കുന്നതിന് പകരം PR ഏജൻസി വായിക്കുന്നു. അവർ ഇന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ താല്പര്യപ്പെടുന്നു. ലേഖിക ആ താല്പര്യത്തിന് വിധേയയാകുന്നു, അത് പത്രത്തിൽ അച്ചടിച്ചു വിടുന്നു. ഇതാണ് സംഭവിച്ചത്. അഡ്വക്കേറ്റ് ജയശങ്കർ, അങ്ങനെയാണെങ്കിൽ ഈ കേസൺ എന്ന് പറയുന്ന PR ഏജൻസി, ഇപ്പോൾ മുഖ്യമന്ത്രി നേരത്തെ എന്നെ ഈ നാടിനറിയില്ലേ, എനിക്ക് അങ്ങനെ PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും അതൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന്റെ സമയത്ത് ഇതിന്റെ രണ്ട് പ്രതിനിധികൾക്ക് അവിടെ ഇടം പിടിക്കാൻ കഴിയുക, അവർക്ക് പിന്നീട് അതിന്റെ കണ്ടന്റ് തിരുത്താൻ കഴിയുക എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകണ്ടേ? അല്ലാതെ ഇത് അച്ചടിച്ചു വന്നതിന് ശേഷം ആ വാർത്ത നിങ്ങൾ തിരുത്തിയോ എന്ന് മാധ്യമങ്ങളോട് ചോദിച്ചാൽ മതിയോ? അത് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ അദ്ദേഹത്തിന് PR ഏജൻസി ഇല്ലാന്ന് പറഞ്ഞ കുറച്ചു കാലം മുമ്പാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു PR ഏജൻസി എൻഗേജ് ചെയ്യുന്നതിന് വല്ല തടസ്സമുണ്ട്? മുഖ്യമന്ത്രി PR ഏജൻസി എൻഗേജ് ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അല്ല, ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് എ ജയശങ്കർ, അങ്ങനെ മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് ആധികാരികമായി പറയാമല്ലോ, ഈ കേസുമായി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് ഒരു ബന്ധവുമില്ല,
അത് ഹിന്ദു ദിനപത്രം തെറ്റായി പറഞ്ഞതാണ്, അവർ അതിലും ക്ഷമ ചോദിക്കണം എന്ന് പറയാമല്ലോ. PR ഏജൻസി എഴുതി നൽകുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ അഭിമുഖമായി ഹിന്ദു പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഹിന്ദു അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് ആധികാരികമായ മുഖ്യമന്ത്രിയുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനമാണെന്ന ബോധ്യം അവർക്ക് വേണ്ടേ? അല്ല, അത് തീർച്ചയായിട്ടും വേണം. ഈ കാര്യം മുഹമ്മദ് റിയാസിന് വീട്ടിൽ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. ഇപ്പൊ നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടോ, മുഖ്യമന്ത്രിയുടെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ക്ലിഫ് ഹൗസിൽ ചെല്ലുമ്പോൾ സ്വന്തം ഭാര്യ പിതാവായ മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നത്. ചിലപ്പോൾ മുഹമ്മദ് റിയാസ് നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒന്ന് തെറ്റുപറ്റിപ്പോയെന്ന് ഏറ്റുപറയണം എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് മുഹമ്മദ് റിയാസിന് അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് വീട്ടിൽ ചെല്ലുമ്പോൾ സൗകര്യം കിട്ടണ്ടേ? ഭാര്യ സൗകര്യം കൊടുക്കില്ല, അമ്മായിയമ്മ സൗകര്യം കൊടുക്കില്ല. നിങ്ങളാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യും. അത് ഈ വലിയ ബലാത്സംഗ കേസിൽ പ്രതികളുടെ ഭാര്യമാര് പറഞ്ഞിട്ടുണ്ട്, എന്റെ ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അന്നിച്ച് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർക്കും അറിയാം ഭർത്താവിന്റെ സ്വഭാവം ഇതാണ്. പക്ഷെ സമ്മതിക്കാൻ പറ്റില്ല. ഇതിപ്പോ മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറേണ്ട കാര്യമുണ്ടോ അഡ്വക്കേറ്റ് ജയശങ്കർ? അല്ല, അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ അത്. സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യം പറഞ്ഞത്. എന്റെ അമ്മായിയപ്പന് തെറ്റ് പറ്റിയെന്ന് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഇനി പറഞ്ഞാൽ തന്നെ വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ പായം കിടക്കെടുത്ത് പുറത്തിടും. അതുകൊണ്ടാണ്. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചതിന്. മന്ത്രി മുഹമ്മദ് റിയാസിന് പരിമിതികളുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിൽ പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ വ്യക്തമാക്കുന്നത്.